ഗൈസ്, ഇന്നത്തെ സ്പെഷ്യൽ ചീനിയും കൊഞ്ചു കരുവാട് ചമ്മന്തി. ലാപ്ടോപ്പ് അടച്ചു വെച്ച് പുറത്തിറങ്ങിയപ്പോ കാർന്നോടിരുന്ന് ചീനി പൊളിക്കുന്നു. എന്താണ് മിസ്റ്റർ ഉദ്ദേശം എന്ന ചോദ്യത്തിന് ഞാനേ ചീനി പിടിഞ്ഞ് തിന്നെയാണെന്ന് മറുപടി വന്നു. ഒറ്റയ്ക്കോ? വേണമെങ്കിൽ മുളക് ഞവടാൻ ചാച്ചൻ പറഞ്ഞു. എന്നാ പിന്നെ കൊഞ്ചു കരുവാട് ചമ്മന്തി ആയാലൊന്ന് ദീപുമോനും പറഞ്ഞു. അത് നൈസ് ആയിരിക്കും. അങ്ങനെ ഇരുമ്പേട്ട് ചൂടാക്കി വറ്റൽ മുളക് എണ്ണയിൽ മൂപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞ് ഉപ്പിട്ട് ചുമന്നുള്ളിയും കരിയാപ്പ് ഒരുണ്ടപ്പുളിയും വറുത്തുകോരി മാറ്റി. ശേഷം കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിരിക്കുന്ന കൊഞ്ചു കരുവാട് AKA ഉണക്ക കൊഞ്ചിട്ട് മൂപ്പിച്ചു. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് മൂപ്പിച്ചൂടെന്ന് നിങ്ങൾ ചോദിക്കും. ഇല്ല, അത് അടക്കില്ല. ഓരോന്നും സെപ്പറേറ്റ് ഇട്ട് മൂപ്പിച്ചാലേ മൂത്ത് വരത്തുള്ളൂ. സംഭവം നന്നായിട്ട് മൂത്തില്ലെങ്കിൽ ചമ്മന്തിയുടെ അപജ്ഞത നിങ്ങൾ കാണേണ്ടി വരും. എന്ന് പറഞ്ഞ് ഒരുപാട് മൂത്ത് നരയ്ക്കണ്ട. എങ്കിൽ വർണ്ണശബളമാകാൻ മൂത്ത് വന്ന കരുവാടിലേക്ക് മഞ്ഞപ്പൊടി മുളകുപൊടി ഇടാം. സംഭവം ആവശ്യത്തിന് മൂത്ത് തണുക്കുമ്പോഴത്തേന് മിക്സിയിലിട്ടൊന്ന് ഡ്രം ആക്കി എടുക്കാം. വേണമെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ ഇതിൽ മൂപ്പിച്ചിട്ട് അരച്ചെടുക്കാം. ചമ്മന്തിക്കൊപ്പം കട്ടയ്ക്ക് തന്നെ ചീനിയും വെന്തു. കുഴകുഴയായിരിക്കുന്ന ചീനി ചമ്മന്തി മുക്കി അങ്ങ് അറിഞ്ഞു. അങ്ങനെ എല്ലാരും കൂടി റൗണ്ട് ടേബിൾ കോൺഫറൻസ് കഴിഞ്ഞപ്പോഴത്തേന് ചീനിയുടെ കാര്യം ഖലാസ്. തിന്നു കഴിഞ്ഞിട്ട് മുള്ളിന്റെ ഉള്ളിൽ എനിക്കൊരു നീരസം. അപ്പോഴാണ് ദീപുമോന്റെ ആ വെളിപ്പെടുത്തൽ വന്നത്. ചോറിന്റെ കൂടെ തിന്നാനാണ് ഈ ചമ്മന്തി സൂപ്പർ എന്ന്. ഓ തന്നെ ഗൈസ്, ചീനിയുടെ കൊള്ളാമെങ്കിലും ചോറിന്റെ കൂടെ ആയിരുന്നു പൊളപ്പൻ. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.